ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ഭാരതം മൂന്നാം സമ്പദ് ശക്തിയാകും. രാജ്യം വികസന പാതയിൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമം തയ്യാറായി. വഖഫ് ബില്ലിന് പ്രശംസ. ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജം നൽകുമെന്ന് പ്രധാനമന്ത്രി. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് നാളെ. പാലക്കാട് ബ്രൂവറി ഇടപാടിൽ BJP കോടതിയിലേക്ക്. പദ്ധതിയിൽ സർവത്ര അഴിമതിയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു. കുഞ്ഞിന്റെ അമ്മയെ കുറ്റവിമുക്തയാക്കിയിട്ടില്ല. കരിക്കകം സ്വദേശിയായ ജോത്സ്യൻ ദേവിദാസൻ കസ്റ്റഡിയിൽ. അമ്മ ശ്രീധുവിനെതിരെ മൊഴി നൽകി ഭർത്താവ് ശ്രീജിത്ത്. കൊച്ചി മുനമ്പത്ത് 27 ബംഗ്ലാദേശികൾ പിടിയിൽ. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെത്തി. കേരളത്തിലെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റത്തിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടിയുലഞ്ഞ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ. അവശ്യ സാധനങ്ങൾ വാങ്ങിയതിൽ നൽകാനുള്ളത് കോടികൾ. നെൽകർഷകർക്ക് നൽകാനുള്ളത് 128 കോടി. രേഖകൾ ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ SFI പ്രവർത്തകരും പ്രതികൾ. 10 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. D-സോൺ കലോത്സവത്തിലും സംഘർഷം. നോക്കാം വിശദമായി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. രാജ്യം വികസനത്തിന്റെ പാതയിലെന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. എല്ലാവർക്കും തുല്യനീതി ലഭിക്കുന്നു. ഭാരതം ഉടൻ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ബജറ്റിൽ പ്രധാന ബില്ലുകളും ചർച്ചയാകും. സ്ത്രീകൾക്ക് തുല്യ അവകാശം ഉറപ്പാക്കുന്ന നിയമങ്ങൾ അവതരിപ്പിക്കും. യുവതലമുറയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് സർക്കാരിന്റെ ദൗത്യം. 2047ഓടെ ഭാരതത്തെ വികസിത രാജ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. जब आजादी के 100 साल होंगे, विकसित भारत का जो संकल्प देश ने लिया है. നാളത്തെ ബജറ്റ് അവതരണത്തോടെ പുതിയ റെക്കോർഡ് കൂടിയാണ് കേന്ദ്ര ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ സൃഷ്ടിക്കുക. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി 8 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയാകും നിർമ്മല സീതാരാമൻ. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണത്തിന് ധനമന്ത്രി ഒരുങ്ങുമ്പോൾ പിറക്കാൻ പോകുന്നത് പുതിയൊരു റെക്കോർഡ് കൂടിയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി 8 തവണ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും. മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടക്കുക. 2019 നിർമ്മല സീതാരാമൻ തന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. 1959നും 63നും ഇടയിൽ തുടർച്ചയായി 6 ബജറ്റാണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് ഇപ്പോഴും മൊറാർജി ദേശായിയുടെ പേരിലാണ്. ആകെ 10 ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതിൽ രണ്ടാം സ്ഥാനം P. ചിദംബരമാണ്. 1997 ദേവഗൌഡ സർക്കാരിലും പിന്നീട് UPA സർക്കാരുകളുടെ കാലത്തുമാണ് ചിദംബരം ബജറ്റ് അവതരിപ്പിച്ചത്. നാഷണൽ ഡെസ്ക്, ജനം. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഒരാൾ മാത്രമാണ് പ്രതിയെന്ന് പറയാനാകില്ല എന്ന് തിരുവനന്തപുരം റൂറൽ SP K. സുദർശൻ. പ്രതി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കുഞ്ഞിന്റെ അമ്മയെ കുറ്റവിമുക്തയാക്കിയിട്ടില്ല. കേസിൽ ജോത്സ്യനായ കരിക്കകം സ്വദേശി ദേവിദാസിനെ കസ്റ്റഡിയിലെടുത്തു. ശ്രീധുവിനെതിരെ മൊഴി നൽകി ഭർത്താവ് ശ്രീജിത്തും ഭർത്തൃപിതാവും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഇപ്പോൾ ചേരുന്നു. ടിൻഡു, ഏറ്റവും ഒടുവിലായി കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതി ഒരാളെന്ന് പറയാനാകില്ല എന്ന് നേരത്തെ റൂറൽ SP വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ എന്തൊക്കെ നിഗമനങ്ങളിലേക്ക് പുതുതായി ഇന്ന് പോലീസിന് എത്താൻ കഴിഞ്ഞു?
വീണ, നമുക്ക് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ മണിക്കൂർ ലഭിക്കുന്നത് കരിക്കകം സ്വദേശിയായിട്ടുള്ള ദേവിദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച കുട്ടിയുടെ 2 വയസ്സുകാരിയുടെ അമ്മാവൻ ഇന്നലെ തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു. പക്ഷേ പോലീസ് അതിൽ തൃപ്തരല്ല. ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. തന്നെയാണ് റൂറൽ SP നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം ഈ കുട്ടീനെ കൊലപ്പെടുത്തുന്നതിൽ അമ്മാവന് മാത്രം പങ്കുള്ളതായിട്ട് വിശ്വസിക്കുന്നില്ല. എല്ലാവരും സംശയത്തിന്റെ മുനയിലാണ്. എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ടുള്ള തീരുമാനം. ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുന്നാകെ തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിലാണ് നിർണായകമായിട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ശ്രീതുവും അതോടൊപ്പം തന്നെ ഹരികുമാറും കരിക്കകം സ്വദേശിയായിട്ടുള്ള പ്രദീപ് എന്ന പേരുള്ള ദേവിദാസൻ, ഈ ദേവിദാസൻ ആണ് ശ്രീതുവിന്റെ ഗുരു എന്ന് പറയുന്നു. ശ്രീതു ഈ ദേവിദാസനുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും അതോടൊപ്പം തന്നെ ദേവിദാസിനെ ഇടയ്ക്കിടയ്ക്ക് കാണാനും പോകുമായിരുന്നു. ഏതാണ്ട് 33 ലക്ഷം രൂപയോളമുള്ള സാമ്പത്തിക ഇടപാടുകൾ ദേവിദാസനുമായിട്ട് ശ്രീതു നടത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കകത്ത് നിന്നും ദേവിദാസിനെ ബാലരാമം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശ്രീതുവിന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള ഈ പ്രതി കൂടിയായിട്ടുള്ള ഹരികുമാറിന്റെയും വാട്സപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. ഈ ശ്രീതുവും അതോടൊപ്പം തന്നെ ഹരികുമാറും കുട്ടി മരിക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ വാട്സപ്പിൽ സംസാരിച്ചിരുന്നു. തൊട്ടടുത്ത മുറിയിൽ ഇരുന്നു കൊണ്ട് വാട്സപ്പിൽ സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഈ സന്ദേശങ്ങൾ കുട്ടിയുടെ മരണവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണോ എന്നാണ് പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. കാരണം ഈ സന്ദേശങ്ങൾ ശ്രീതു ഡിലീറ്റ് എവരിവൺ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു വിവരം കൂടി ലഭിച്ചതിന് മാത്രമേ കുട്ടിയുടെ മരണവുമായി ശ്രീതുവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോലീസിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ തന്നെ ശ്രീതുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത്. ഇന്നലെ ശ്രീതുവിനെ തിരിച്ചു അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പൂജപ്പുര വനിതാ സംരക്ഷണ സമിതിയിലാണ് ശ്രീതുവിനെ ഏൽപ്പിച്ചത്. ഇന്ന് ശ്രീതുവിനെ അവിടെ പോയി ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രീതുവിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹരികുമാറിനെ ഈ പോലീസ് സ്റ്റേഷനിൽ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ശ്രീതുവിന്റെ ഭർത്താവ് ശ്രീജിത്തും ഭർത്താവിന്റെ പിതാവും ശ്രീതുവിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. ശ്രീതു താൻ പറയുന്നതിൽ തന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയല്ല. ശ്രീതു പലപ്പോഴും ഈ താൻ പറയുന്നതിനൊക്കെ എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എതിർമൊഴിയാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശ്രീതുവിന്റെ അമ്മയുടെയും ശ്രീതുവിന്റെ മുതിർന്ന കുട്ടിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ, അതായത് ഇളയ കുട്ടിയെ ശ്രീദേവി മരിച്ച 2 വയസ്സുകാരിയെ ഈ അമ്മാവൻ നിരന്തരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് ഇന്നലെ ശ്രീതുവിന്റെ അമ്മ ശ്രീകല മൊഴി കൊടുത്തിരുന്നു. ആ മൊഴിയും കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞ് ബാലരാമപുരം സ്റ്റേഷനിൽ ശ്രീതുവും കുടുംബാംഗങ്ങളും കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം പോലീസ് ഈ ശ്രീതുവിന്റെ ഇവർ താമസിക്കുന്ന വാടക വീട്ടിലെത്തുകയും ആ വീട്ടിൽ പരിശോധന നടക്കുന്ന സമയത്താണ് കിണറിൽ മൂടിയിരിക്കുന്ന തുണി അല്പം മാറി കിടക്കുന്നതായിട്ട് പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പോലീസ് ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് വന്ന പരിശോധനയിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കുട്ടിയുടെ ശ്വാസകോശത്തിനുള്ളിൽ നിന്നും വെള്ളം കണ്ടെത്തുന്നു. അപ്പോൾ കുട്ടിയെ ജീവനോടെയാണ് കിണറ്റിലേക്ക് എറിഞ്ഞത് എന്നുള്ള രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. പോലീസ് അപ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ വീട്ടിലുള്ളവർ അറിയാതെ കുട്ടി മരണപ്പെടില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണ് വീട്ടുകാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിലാണ് ഹരികുമാർ ചോദ്യം ചെയ്യൽ അവസാനം ഈ കുറ്റമെല്ലാം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ പോലീസ് ഈ ഹരികുമാർ കുറ്റം ഏറ്റെടുത്തപ്പോൾ തന്നെ പോലീസിന് അതിലൊരു തൃപ്തിക്കുറവും വ്യക്തതക്കുറവുണ്ട്. കാരണം ഈ ശ്രീതു അറിയാതെ കുട്ടി എന്തായാലും ഈ അമ്മാവന്റെ അടുത്തേക്ക് കുട്ടീനെ മാറ്റിക്കിടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഈ അമ്മ ഇതിൽ നിന്നും അമ്മയുടെ അമ്മ ചെയ്തതും കൂടി ഹരികുമാർ ഏറ്റെടുക്കുന്നു എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ടാണ് വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുന്നത്. ഇപ്പൊ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നും കുടുംബാംഗം അല്ലാത്ത ഒരാളും കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് കരിക്കകം സ്വദേശിയായിട്ടുള്ള ദേവിദാസൻ, പ്രദീപ് എന്ന വിളിപ്പേരുള്ള ദേവിദാസനായിരുന്നു. അപ്പോൾ ഇയാൾ നേരത്തെ ഈ പാരലൽ കോളേജ് അധ്യാപകനൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. പിന്നീടാണ് ഈ ആത്മീയ മാർഗത്തിലേക്ക് മാറുന്നതെന്നൊക്കെ ഉള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പുറത്തു വരും. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നമുക്ക് സൂചന തരുന്നത്. അത് തന്നെയാണ് SP നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒരാളിൽ മാത്രം പ്രതിയായിട്ട് ഇത് അവസാനിപ്പിക്കുന്നില്ല, എല്ലാവരെയും ചോദ്യം ചെയ്ത് വ്യക്തമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനാണ് പോലീസിന്റെയും ഒരു ശ്രമം. വീണ, ഓക്കെ, പ്രജിത്ത് മോഹനൻ ഉണ്ട് കോടതിയിൽ നിന്ന്. പ്രജിത്ത്, ഈ പിടിയിലായ അറസ്റ്റിലായ ഹരികുമാറിനെ, അമ്മാവനെ
കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട് ഈ വിഷയത്തിലെന്ന് പോലീസിന് വ്യക്തതയുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ? ഇപ്പോഴും അവിടെ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നു. പുതിയതായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ദേവിദാസൻ എന്ന് പറയുന്ന ജോത്സൻ എന്ന് പറയപ്പെടുന്ന ആൾക്കെതിരെ അയാളെയും ചോദ്യം ചെയ്യുന്ന നടപടികളുമായി പുരോഗമിക്കുകയാണ്. ഇതിനൊരു പ്രാഥമിക ധാരണ വരുത്തിയ ശേഷം പോലീസ് പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപ്പോൾ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നടപടിക്രമം. അതിനനുസരിച്ച് ഹരികുമാറിനെ ഹാജരാക്കുന്നു. ഹരികുമാറിന് ശേഷം കസ്റ്റഡിയിലെടുക്കുമെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ കസ്റ്റഡിയിൽ നിന്ന് എടുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ തെളിവെടുപ്പടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഓരോ നടപടിക്രമവും കൃത്യമായി പരിശോധനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സൂക്ഷിച്ച് മാത്രമാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോഴും ഈ ഹരികുമാർ പറയുന്ന കാര്യങ്ങളെയെല്ലാം പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാതെയാണ് പോലീസ് ഓരോ കാര്യത്തിലും പരിശോധന നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഹരികുമാറും ഒക്കെ ഈ കാര്യത്തിൽ കാണിക്കുന്ന ഒരു നിസ്സഹകരണ മനോഭാവവും ഒക്കെ കൃത്യമായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഓരോ തരത്തിലുള്ള പരിശോധനകൾ, പ്രത്യേകിച്ച് ഇനി ഹരികുമാറിൻ്റെയും ശ്രീധുവിൻ്റെയും വാട്സാപ്പ് ചാറ്റുകളടക്കം കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾക്കടക്കം ഇടവരുത്തിക്കൊണ്ട് അതിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ എന്താണ് ഈ മരണത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതിലൊരു വ്യക്തത വരുത്തുകയാണ് പോലീസിൻ്റെ ലക്ഷ്യം. കൊലപാതകം നടത്തിയത് ഹരികുമാറാണെന്ന് ഹരികുമാർ സമ്മതിച്ചിരിക്കുന്നു. ഹരികുമാർ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി നോക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സമാനമായ രീതിയിലുള്ള കണ്ടെത്തലുകളാണുള്ളത്. അപ്പോൾ ആ കൊലപാതക രീതിയും കൊല ചെയ്തു എന്നുള്ള ഹരികുമാറിൻ്റെ വാദത്തെയും പൂർണ്ണമായി വിശ്വസിച്ചാൽ തന്നെയും ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വാദത്തിൽ പോലീസ് പൂർണ്ണമായും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോലീസ് പോകുന്നില്ല. ഈ നിലവിൽ നേരത്തെ തിരുവനന്തപുരം റൂറൽ SP മാധ്യമങ്ങളോട് കണ്ടപ്പോഴും പറഞ്ഞത് ഒരു പ്രതി മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു നിലപാട് തൽക്കാലം ഇല്ല എന്നുള്ളതാണ്. കൂടുതൽ പരിശോധനകൾക്കും അന്വേഷണത്തിനും ഒടുവിൽ മാത്രമേ അക്കാര്യത്തിലൊരു തീരുമാനം കണ്ടെത്താൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ മോട്ടീവ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുഞ്ഞിനെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലുന്നതിന് പിന്നിലേക്ക് നയിച്ച കാരണം എന്താ, അത് പെട്ടെന്നുണ്ടായ ഒരു ഇമ്പൾസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു കൊലപാതകമല്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. ഈ കൊലപാതകം ആലോചിച്ചുറപ്പിച്ച് തന്നെ ചെയ്തതാണ് എന്നുള്ള കാര്യത്തിലും ഏകദേശം വ്യക്തതയുണ്ട്. അപ്പോൾ ഇനി അതിന് കാരണം എന്താണ്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധന വേണം. അതുതന്നെയാണ് ആദ്യഘട്ടം മുതൽ ഈ കുടുംബത്തിലെ അംഗങ്ങളുടെ മൊഴികളിലടക്കമുള്ള വൈരുദ്ധ്യം നിലനിന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് പിന്നീട് ഓരോരുത്തരായി മാറ്റിയിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അപ്പോൾ ഇവരുടെ എല്ലാം മൊഴികളിൽ വൈരുദ്ധ്യം കൂടുതൽ പ്രകടമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് രാവിലെ വീണ്ടും ശ്രീധുവിൻ്റെ ബന്ധുക്കളെ അടക്കം അമ്മയും മരിച്ച കുഞ്ഞിൻ്റെ അച്ഛനെയും സഹോദരിയും അടക്കമെല്ലാം സ്റ്റേഷനിലെത്തിച്ച വീണ്ടും മൊഴിയെടുപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും കൃത്യമായി ശ്രീധുവിനെതിരെ ശ്രീധുവിൻ്റെ ഭർത്താവ് നൽകിയിരിക്കുന്ന ഒരു മൊഴിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് താൻ പറയുന്ന രീതിയിലല്ല അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിലല്ല ശ്രീധുവിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് പുതിയ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു ജോത്സ്യനുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത്. ഈ പറയുന്ന ശ്രീധുവിന് കരിക്കകം സ്വദേശിയായിട്ടുള്ള ഒരു ജോത്സ്യവുമായി അടുപ്പമുണ്ടായിരുന്നു. അടുപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചാണ് ശ്രീധു മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരുടെയും തലമുണ്ടനം ചെയ്തത് എന്നടക്കമുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ജോത്സ്യൻ്റെ ഉപദേശപ്രകാരം ജീവിതത്തിൽ പല തീരുമാനങ്ങളും ശ്രീധുവും ഇപ്പോൾ ഈ പറയുന്ന ഹരികുമാറും ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസും കരുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന ഈ കൊലപാതകവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള ഒരു പരിശോധനയും ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ജോത്സ്യനെ കസ്റ്റഡിയിലെടുത്ത് ബാലരാപുരം സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ട ഒരു സാഹചര്യവുമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ കേസിൻ്റെ ഒരു ഇപ്പോഴുണ്ടായ രീതിക്കപ്പുറത്തേക്ക് ഇതൊരു ഗൂഢാലോചന കൃത്യമായി നടന്നിട്ടുള്ളത് എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോഴെല്ലാം ഇതെല്ലാം ഒരു സാധ്യതകൾ മാത്രമാണ്. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി ഇതിന് പിന്നിലുള്ള മോട്ടീവ് അല്ലെങ്കിൽ കൊലയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നിവ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും പ്രാഥമികമായി നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ രീതി വെച്ച് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതെല്ലാം പോകുന്നത്. നാട്ടുകാർ അവിടെ പറയുന്ന ചില കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുക. എന്തായാലും ഇന്ന് തന്നെ ഹരികുമാറിനെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം എത്ര ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമായിരിക്കും വ്യക്തമാകുക.
നൽകുക. തുടർന്നായിരിക്കും ബാലരാമപുരത്തെ വീട്ടിലെത്തിച്ച പ്രതിയെ അവിടെ എത്തിച്ച് മൊഴിയെടുക്കുന്നത്. ഇന്ന് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ, ഇന്ന് കൂടുതൽ ഏതെങ്കിലും രീതിയിലുള്ള അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇപ്പോഴും കുടുംബത്തിൽ എല്ലാവരെയും കുറ്റവിമുക്തരാക്കുന്ന ഒരു സമീപനമില്ല, പ്രത്യേകിച്ച് അമ്മയെ കുറ്റവിമുക്തരാക്കുന്ന ഒരു സമീപനമില്ല എന്നുള്ളത് റൂറൽ SP പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും പോലീസിന്റെ സംശയമുന കുടുംബത്തിലെ പലർക്കും നേരെ ചൂണ്ടുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ വ്യക്തമായി കാണേണ്ടത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയും ഇന്നുണ്ടായേക്കാം. അത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല, പക്ഷെ അപ്പോഴും അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ആദ്യ ദിവസം മുതൽ ഉണ്ടാകരുതെന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട്, അതിലേക്കാകും ഒരുപക്ഷെ ഇതെല്ലാം എത്തിച്ചേരുക എന്നുള്ളതുമുണ്ട്. എന്തായാലും അത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. കൂടുതൽ ആളുകളെ പ്രതി ചേർക്കുമോ, ഹരികുമാറിനെ ഇന്ന് എത്ര ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങും, ഒപ്പം ഈ കേസിൽ പുറത്തു നിന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഈ കൊലപാതകത്തിൽ പുറത്തു നിന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രചോദനമോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനോ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഇന്നൊരു വ്യക്തത വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ശരി പ്രജിത്ത്, അതേസമയം കരിക്കകം സ്വദേശി ദേവിദാസിനെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ദേവിദാസിന്റെ വീട്ടിൽ നിന്ന് ശ്രീനന്ദ വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെയും പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പ്രജിത്തും ടിൻഡു ദാസുമാണ് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു. അതേസമയം അമ്മാവൻ ഹരികുമാറിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. റാഗിങ്ങിനെ തുടർന്ന് കോഴിക്കോട് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ കുടുംബം രംഗത്ത്. നിരന്തരം അതിക്രൂരമായ പീഡനം ഉണ്ടായിട്ടും അധികൃതർ ഇടപെട്ടില്ല. കുടുംബത്തിന് വേണ്ട ഒരു സഹകരണവും ഉണ്ടായിട്ടില്ലെന്നും വിമർശനം. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റാഗിങ്ങിനെ തുടർന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ മിഹ്റിൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണവുമായി കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ അധികൃതർ ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. മിഹ്റിന്റെ അമ്മാവൻ ഷെരീഫാണ് നമ്മോടൊപ്പം പ്രതികരിക്കുന്നത്. ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പരാതിയും മുൻപ് ലഭ്യമായിട്ടില്ല എന്നതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം, അതായത് ജാനുവരി 23 നമ്മൾ സ്കൂളിൽ നമുക്ക് കിട്ടിയ പ്രൂഫും അതായത് നമുക്ക് കിട്ടിയ ചാറ്റ്സും അവിടെ ഉണ്ടായിരുന്ന നമ്മൾ മനസ്സിലാക്കിയ ഇൻസിഡൻ്റ് എല്ലാം നമ്മൾ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെയിൽ 23 നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കോപ്പിയാണിത്. ഇത് അവിടുത്തെ പ്രിൻസിപ്പളിന് നമ്മൾ അയച്ചിട്ടുള്ള ഒരു മെയിലാണിത്. അപ്പോൾ ആ മെയിലിൽ നമുക്ക് വന്ന റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരെല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അപ്ഡേറ്റ് മാത്രമേ അവർ തന്നിട്ടുള്ളൂ. ഇതിനു മുൻപും മിഹ്റിൻ ഇത്തരത്തിൽ തന്നെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉള്ളതായിട്ട് നമ്മളോട് മിഹിർ പറഞ്ഞിട്ടില്ല. പക്ഷേ മിഹിറിൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് മിഹിർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻസിഡൻറ്റിന് ശേഷവും ഈ ചാറ്റിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. മിഹിർ അവൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് അവൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് അവൻ ഷെയർ ചെയ്തപ്പോഴും അവൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫാമിലി അറിയില്ല എന്നുള്ളത്. ഈ സുഹൃത്തുക്കൾ പങ്കുവെച്ച വിവരം എന്ന് പറയുന്നത് വലിയൊരു റാഗിങ് തന്നെയാണ് ആ കുട്ടി നേരിട്ടത് എന്ന് തന്നെയാണ്. അതെ 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 അത് ഇവനെ ഫോഴ്സ്ഫുള്ളി പിടിച്ചു കൊണ്ടുപോയിട്ട് ടോയ്ലറ്റിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് അവിടുന്ന് ഈ ക്ലോസറ്റ് ലിക്ക് ചെയ്യിപ്പിക്കും. അത് മാത്രമല്ല ക്ലോസറ്റിലേക്ക് തലടിപ്പിച്ചിട്ട് ഫ്ലഷ് ചെയ്യും. അങ്ങനെ എന്താ പറയുക, നമുക്ക് പുറത്ത് പറയാൻ തന്നെ നമുക്ക് ഒരു ഇടങ്ങാറുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇത്രയും വലിയൊരു വേഴ്സായിട്ടുള്ള ഒരു റാഗിങ്ങിലൂടെ അവൻ കടന്നു പോയിട്ടുള്ളത്. നിലവിൽ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾ ഇനി നടത്തുന്ന നിയമ നടപടികൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഓൾറെഡി DGP CMO എല്ലായിടത്തും നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്, കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റിസ് കിട്ടണം, മിഹിറിന് ജസ്റ്റിസ് കിട്ടണം എന്ന് മാത്രമല്ല, ഇനി ഇതുപോലെ മിഹിർ അനുഭവിച്ചതുപോലെ ഇനി ഇവിടെ ഒരു കുട്ടിയും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ പാടില്ല. അതും നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. എന്തായാലും മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപിക്കുന്നത് വലിയ രീതിയിലുള്ള കൊടിയ പീഡനങ്ങൾ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും ഈ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ പ്രശോഭ് കുറ്റിയിലിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. ധനസ്ഥിതി താരതമ്യത്തിലെ നീതി ആയോഗ് റാങ്കിങ്ങിൽ പിന്നിലായി കേരളം. 18 പ്രധാന സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 15. ഗുണപരമല്ലാത്ത ചെലവുകൾക്കൊപ്പം സംസ്ഥാനത്തിന് കൂടുതൽ ബാധ്യതയും. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് പുറത്തിറക്കിയ 2025 ധനാരോഗ്യ സൂചിക റിപ്പോർട്ടിലാണ് കേരളം വളരെ പിന്നിലായത്. 2022-23 സാമ്പത്തിക വർഷത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ധനസ്ഥിതി താരതമ്യം.
2014-15 മുതലുള്ള 16ാം റാങ്കിൽ നിന്നും ഒരു സ്ഥാനം മുന്നിലായെന്നത് മാത്രമാണ് ആകെയുള്ള ആശ്വാസം. സംസ്ഥാനങ്ങളെ പട്ടികപ്പെടുത്തുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിറേഷണൽ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളം. കേരളത്തിനൊപ്പം ഹരിയാന, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് എന്നിവയും ആസ്പിറേഷണൽ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ചെലവിന്റെ ഗുണനിലവാരം, വരുമാന സമാഹരണം, ചെലവ് നിയന്ത്രണം, കടത്തിന്റെ സൂചിക, കടത്തിന്റെ സുസ്ഥിരത എന്നിങ്ങനെ 5 ഘടകങ്ങളാണ് വിലയിരുത്തിയത്. ഇതിൽ ചെലവിന്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിന് ഏറ്റവും കുറഞ്ഞ സ്കോർ ലഭിച്ചത്. വരുമാനത്തിൽ നേട്ടമുണ്ടാക്കിയെങ്കിലും സ്ഥിരം ചെലവുകൾ കൂടുതലെന്നതാണ് തിരിച്ചടി. ചെലവിന്റെ 63.9% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കാകുന്നു. 8.8% മാത്രമാണ് വികസന ചെലവ്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും കുടുംബക്ഷേമത്തിനും ചെലവിടുന്നതിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് പിന്നിലാണ് കേരളം. ജനം, തിരുവനന്തപുരം. സപ്ലൈകോയ്ക്കായി അവശ്യ സാധനങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ കുടിശ്ശിക വരുത്തി സംസ്ഥാന സർക്കാർ. 464 കോടി രൂപയുടെ കുടിശ്ശികയാണ് സപ്ലൈകോ വിതരണക്കാർക്ക് നൽകാനുള്ളത്. 128 കോടിയോളം രൂപയാണ് നെൽകർഷകർക്ക് നൽകാനുള്ളത്. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. ഓണം ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷങ്ങൾക്ക് പോലും അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാൻ സപ്ലൈകോയ്ക്ക് കഴിയുന്നില്ല. അവശ്യ സാധനങ്ങളില്ലാതെ കാലിയായ വിൽപ്പനശാലകളാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയായതോടെ പ്രശ്നം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒന്നുമായില്ലെന്ന് സർക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. 464 കോടി രൂപയുടെ കുടിശ്ശികയാണ് അവശ്യ സാധനങ്ങൾ നൽകിയതിൽ വിതരണക്കാർക്ക് സപ്ലൈകോ വരുത്തിയിരിക്കുന്നത്. ഇതോടെ വിതരണക്കാർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. ഇതേ അവസ്ഥയാണ് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ചതിലും നിലനിൽക്കുന്നത്. 128 കോടിയോളം രൂപ കർഷകർക്ക് കുടിശ്ശികയാണ്. നിലവിൽ ഇത് എന്ന് നൽകാനാകുമെന്ന് സർക്കാരിന് വ്യക്തതയില്ല. ഒരു വശത്ത് ദൂർത്ത് യഥേഷ്ടം തുടരുമ്പോഴാണ് അവശ്യ സാധനങ്ങൾ വാങ്ങിയതിന്റെ പണം പോലും സർക്കാർ നൽകാതിരിക്കുന്നത്. ഇത് കാരണം ദുരിതത്തിലാകുന്നത് പാവം സാധാരണക്കാരും. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ BJP കോടതിയിലേക്ക്. മലമ്പുഴയിൽ നിന്ന് വെള്ളം മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് BJP കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കേന്ദ്ര സർക്കാർ എഥനോൾ നിർമ്മിക്കുന്നതിനായി ഒയാസിസ് കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് 4 മാസം മുൻപ് തന്നെ കമ്പനി ലൈസൻസിന് എക്സൈസ് കമ്മീഷണറെ സമീപിച്ചിട്ടുണ്ടെന്നും പദ്ധതിയിൽ സർവത്ര അഴിമതിയാണെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് ശ്രീ MP രാജേഷാണ്. മദ്യക്കമ്പനിക്ക് വേണ്ടി ആ പദ്ധതി പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായിട്ട് നടപ്പാക്കാതെ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാതെ അട്ടിമറിക്കുന്നത് എക്സൈസിന്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ചുമതലയുള്ള ശ്രീ MP രാജേഷാണ്. കാരണം ജൽജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ 100% നടപ്പാക്കിയാൽ മലമ്പുഴയിലെ നിലവിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് MP രാജേഷും ഇടത് സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയെ പോലും തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് മന്ത്രി MP രാജേഷ് സ്വീകരിക്കുന്നത്. എറണാകുളം മുനമ്പത്ത് 27 ബംഗ്ലാദേശികൾ പിടിയിൽ. ആലുവ റൂറൽ പോലീസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. വ്യാജ തിരിച്ചറിയൽ കാർഡോടെ ജോലി ചെയ്യുന്നവരാണ് പിടിയിലായത്. കേരളത്തിലെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ശേഖരിച്ച് കേന്ദ്ര ഏജൻസികൾ. ബംഗ്ലാദേശി സാന്നിധ്യം സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ വിശദാംശങ്ങൾ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തേടിയിട്ടുള്ളത്. സംസ്ഥാനത്ത് പിടിയിലായ ബംഗ്ലാദേശികൾക്ക് ഭീകരവാദ സംഘടനാ ബന്ധങ്ങളോ വലിയ ക്രിമിനൽ പശ്ചാത്തലങ്ങളോ ഇല്ലെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നുഴഞ്ഞുകയറി എത്താനുള്ള സാധ്യത കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൂർണ്ണമായും തള്ളുന്നില്ല. ഇതിനൊപ്പം ഇവരെ കേരളത്തിൽ സംരക്ഷിക്കുന്നവരുടെ പശ്ചാത്തലവും ലക്ഷ്യങ്ങളും ദുരൂഹമാണ്. ഈ സാഹചര്യത്തിലാണ് NIAയും കേന്ദ്ര IBയും റിപ്പോർട്ട് ശേഖരിച്ചത്. എറണാകുളം റൂറൽ പോലീസിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയിരുന്നത്. റൂറൽ മേഖലയിൽ ഇതുവരെ പിടിയിലായ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളെയെല്ലാം
NIAയും IBയും ചോദ്യം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ATSും അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തിരുന്നു. പോലീസിന്റെ തുടരന്വേഷണം കണ്ടെത്തലുകൾ ബംഗ്ലാദേശി താവളങ്ങളായി മാറുന്നതായി കണ്ടെത്തിയ പ്രദേശങ്ങൾ, സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടുകൾ എന്നിവയാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത്. ബംഗ്ലാദേശി സാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ തേടാറുണ്ട്. ജനം, കൊച്ചി. CPMനുള്ളിൽ വിഭാഗീയത ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഭാഗീയത എവിടെയൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ആവർത്തിച്ചാൽ കടുത്ത നടപടിയെന്നും മുന്നറിയിപ്പ്. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. വിവാദങ്ങൾക്കിടെ CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. CPMനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിമർശനങ്ങൾ ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പിണറായി വിജയന്റെ താക്കീത്. വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്നും തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടും തിരുത്തിയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ശൈലി പലപ്പോഴും അവമതിപ്പുണ്ടാക്കിയെന്ന് അംഗങ്ങൾ വിമർശിച്ചിരുന്നു. CPM മന്ത്രിമാരുടെ പ്രവർത്തനത്തിലും രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ താക്കീത് എന്നത് ശ്രദ്ധേയമാണ്. EP ജയരാജനെയും PP ദിവ്യയെയും പേരെടുത്തു പറഞ്ഞ് മുഖ്യമന്ത്രി വിമർശിച്ചത് ഈ ഘട്ടത്തിൽ പൊതുസ്വീകാര്യത വരുത്താനാണെന്ന വിലയിരുത്തലുമുണ്ട്. മലബാറിലെ അമിത ന്യൂനപക്ഷ പ്രീണനം പാർട്ടിക്ക് തിരിച്ചടിയായി എന്നും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നിരുന്നു. അമിത ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയാകുന്നുവെന്നും വടകരയിൽ ഭൂരിപക്ഷ വോട്ടുകൾ ചോർന്നത് ഗൗരവത്തോടെ കാണണമെന്നും ഒരു വിഭാഗം വാദിച്ചു. PSC കോഴ വിവാദവും KK രമ MLAയുടെ മകന്റെ കല്യാണത്തിന് സ്പീക്കർ AN ഷംസീർ പങ്കെടുത്തതും വിമർശനങ്ങൾക്ക് കാരണമായി. 16 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 41 പേരാണ് പൊതുചർച്ചയിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ CPMനുള്ളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന വിമർശനങ്ങളും വിലയിരുത്തലുമാണ് സമ്മേളനത്തിലുടനീളം നിറഞ്ഞു നിന്നത്. ജനം, കോഴിക്കോട്. ബ്രൂവറിയിൽ ഇടതുമുന്നണിയിൽ എതിർപ്പ് രൂക്ഷമാകുമ്പോഴും LDF യോഗം വിളിക്കുന്നത് അനിശ്ചിതമായി നീളുന്നു. ഉടൻ മുന്നണി യോഗം ചേരണമെന്ന ആവശ്യം CPI ശക്തമാക്കിയേക്കും. ഏകപക്ഷീയ തീരുമാനങ്ങളിൽ അതൃപ്തി അറിയിക്കാൻ JDSും RJDയും. ബ്രൂവറി വേണ്ടെന്ന് ആവർത്തിച്ച CPI, LDFൽ ചർച്ച ചെയ്യാതെ സർക്കാർ തീരുമാനമെടുത്തത് ഉചിതമായില്ലെന്ന് JDS. ബ്രൂവറി വിഷയത്തിൽ നിലപാട് ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് RJD. വിവാദ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് LDFൽ പൊട്ടിത്തെറി രൂക്ഷമായിട്ടും മുന്നണി യോഗം വിളിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. LDF യോഗം എന്ന് ചേരുമെന്നതിൽ പോലും തീരുമാനമായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചെങ്കിലും LDF ചേർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാതെ ഇതെങ്ങനെ സാധിക്കുമെന്നതാണ് പ്രധാന ചോദ്യം. മുന്നണി യോഗം ഉടൻ ചേരണമെന്ന് CPMനോട് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് CPI. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനുമായും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായും CPI നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയേക്കും. JDS, RJD നേതാക്കളും LDF യോഗം വിളിക്കണമെന്നാവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലെല്ലാം മറ്റ് കക്ഷികളെ CPM അവഗണിക്കുന്നുവെന്ന പൊതുവികാരവും നേതാക്കൾക്കുണ്ട്. ഈ വിഷയങ്ങളെല്ലാം അടുത്ത LDF യോഗത്തിൽ ഘടകകക്ഷികൾ ഉന്നയിക്കും. ജനം, തിരുവനന്തപുരം. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് വേദിയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള ചട്ടമ്പിസ്വാമികളുടെ ഛായാചിത്രവും വഹിച്ചുള്ള ഘോഷയാത്ര പത്തനംതിട്ട എഴുമറ്റൂർ ശ്രീ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്ന് പരിഷത്തിന് മുന്നോടിയായ പദയാത്രയും രാവിലെ ആരംഭിച്ചു. ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത്. വാഴൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദരിൽ നിന്നും ചട്ടമ്പിസ്വാമികളുടെ ഛായാചിത്രം ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ഏറ്റുവാങ്ങി. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും പദയാത്രയും രാവിലെ ആരംഭിച്ചു. കൊല്ലം പത്മനാശ്രമത്തിൽ നിന്നും ഇന്നലെ പുറപ്പെട്ട ജ്യോതിപ്രയാണ ഘോഷയാത്ര 2ാം ദിവസത്തെ പ്രയാണത്തിലാണ്. അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് പതാക ഘോഷയാത്ര ഫെബ്രുവരി 2-ന് പുറപ്പെടും. ഘോഷയാത്രകളെല്ലാം ഫെബ്രുവരി 2-ന് രാവിലെ 11 മണിക്ക് ചെറുകോൽപ്പുഴ വിദ്യാധിരാജ നഗറിൽ സംഗമിക്കും. പരിഷത്ത് വേദിയിൽ ഛായാചിത്രം സ്ഥാപിച്ച് ഭദ്രദീപം തെളിയിച്ച് ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പതാക ഉയർന്നതോടെ 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമാകും. വിവിധ സ്ഥലങ്ങളിൽ വലിയ സ്വീകരണങ്ങളാണ് ഘോഷയാത്രകൾക്ക് ഒരുക്കിയിരിക്കുന്നത്. സ്വീകരണങ്ങൾക്കും പ്രത്യേക വിഭാഗത്തെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ പോയി എല്ലാ സ്ഥലങ്ങളിലും അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെല്ലുമ്പോൾ യഥാസമയത്ത് സ്വീകരണങ്ങൾ ഭംഗിയായ രീതിയിൽ കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നു കഴിഞ്ഞു. നമ്മുടെ വർമാജിയുടെയും അതുപോലെ തന്നെ പ്രകാശ് ചറളിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ നിൽക്കുന്നതിൽ ഭൂരിഭാഗം അവരും ഇതിനെ അനുഗമിക്കുന്നുണ്ട്.
നാളെ പതാക ഘോഷയാത്രയുടെ മറ്റന്നാൾ പതാക ഘോഷയാത്ര പുതിയകാവിൽ തിരിക്കുന്നതോടുകൂടി 3 ജാഥകളും നമ്മുടെ ചെറുകോൽപ്പുഴയിൽ 2-ാം തീയതി രാവിലെ 10:30 മണിക്ക് എത്തിച്ചേരും. ഹിന്ദുമത പരിഷത്തിനായി വിവിധ വിഭാഗങ്ങളുടെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ പമ്പ മണപ്പുറത്ത് പുരോഗമിക്കുകയാണ്. ജനം, പത്തനംതിട്ട. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിനെ വരവേൽക്കാൻ തയ്യാറായി അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. സർസംഘചാലകിന്റെ സാന്നിധ്യം പരിഷത്തിന് ലോകശ്രദ്ധ നേടാൻ സഹായമാകുമെന്ന് ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 5-ന് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിലാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നത്. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പരിഷത്തിന് ഇത്തവണ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നു എന്ന സവിശേഷ പ്രാധാന്യവും. ഫെബ്രുവരി 5-ന് വൈകിട്ട് 3 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്യും. സർസംഘചാലകിന്റെ സാന്നിധ്യം പരിഷത്തിനെ ധന്യമാക്കുകയാണെന്ന് സംഘാടകരായ ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. ലോകശ്രദ്ധ പരിഷത്തിന് ലഭിക്കാനും സർസംഘചാലകിന്റെ സാന്നിധ്യം സഹായകമാകുമെന്ന് ഹിന്ദു മഹാമണ്ഡലം ഭാരവാഹികൾ. 5-ാം തീയതിയാണ് സർസംഘചാലക് ഇവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹം അങ്ങനെ പൊതു പരിപാടികളിലൊന്നും പങ്കെടുത്തതായിട്ട് അറിവില്ല. അങ്ങനെ അദ്ദേഹം മറ്റ് പബ്ലിക് ഫംഗ്ഷനൊന്നും പോകാറില്ല. എന്നാൽ വിശേഷപ്പെട്ട് RSSന്റെ 100ാമത് വർഷം കൂടെയാണ് ഈ വർഷം. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതുപോലൊരു വലിയ ഫംഗ്ഷനിൽ എത്താം എന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതും അതനുസരിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഞങ്ങൾ തയ്യാറാക്കുകയും ചെയ്തത്. അദ്ദേഹം ഇവിടെ എത്തുന്നത് വഴി ഈ പ്രദേശമാകെ, ഇന്ത്യ ഒട്ടാകെ ഈ ഹിന്ദുമത പരിഷത്തിനെ പറ്റി ഒരു ശ്രദ്ധ ജനങ്ങളിൽ എത്തും എന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. സർസംഘചാലക് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി 63 പഞ്ചായത്തുകളും 5 നഗരസഭകളും കേന്ദ്രീകരിച്ച് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1 മാസമായി നടന്നുവരുന്നു. നദീവന്ദനം, പമ്പ ആരതി, ഹിന്ദു നേതൃയോഗങ്ങൾ, വൃക്ഷത്തൈ വിതരണം തുടങ്ങിയ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് സർസംഘചാലക് പങ്കെടുക്കുന്ന പരിഷത്തിന്റെ ഭാഗമായ ഹിന്ദു ഏകതാ സമ്മേളനത്തിന് തയ്യാറെടുക്കുന്നത്. ജനം, പത്തനംതിട്ട. ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ പ്രതികൾ ED കസ്റ്റഡിയിൽ. അറസ്റ്റിലായ പ്രതികളെ 4 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടു. ഫെബ്രുവരി 3 വരെയാണ് കസ്റ്റഡി കാലാവധി. ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, ആന്റോ പോൾ പ്രകാശ്, അലൻ സാമുവൽ എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത്. 1650 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികൾ ഹരിയാനയിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ നിന്ന് അക്കൗണ്ട്സ് വാടകയ്ക്ക് വാങ്ങിയായിരുന്നു പണമിടപാടുകൾ നടത്തിയിരുന്നത്. തുടക്കത്തിൽ ചെറിയ തുകകളാണ് വായ്പകൾ നൽകുക. പിന്നീട് വലിയ തുകകൾ വായ്പ നൽകി ഭീഷണിപ്പെടുത്തി വൻ തുകകൾ കൈക്കലാക്കും. CPM നേതാവും മുൻമന്ത്രിയുമായ EP ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമെന്ന വ്യാജേന ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ലക്ഷങ്ങൾ തട്ടിയത്. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വ്യാജ ഉത്തരവുകളും പണം നൽകിയവർക്ക് ഇയാൾ കൈമാറിയിരുന്നു. ആലപ്പുഴ കൈനഗരി സ്വദേശി സുമയുടെ പരാതിയിലാണ് തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശി അനിൽകുമാറിനെ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ മകൻ അഭിലാഷും തട്ടിപ്പിൽ പങ്കാളിയാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ നഴ്സുമാരുടെ ഒഴിവുണ്ടെന്നും നിയമനം നൽകാമെന്നും പറഞ്ഞായിരുന്നു ഇയാൾ പരാതിക്കാരിയെ സമീപിച്ചത്. മുൻമന്ത്രിയും CPM നേതാവുമായ EP ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. നേരിട്ടും അല്ലാതെയും പല തവണകളായി 2.5 ലക്ഷം രൂപയോളം തട്ടിയെടുത്തതായി പരാതിയിൽ പറയുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ജോലി വാഗ്ദാനം നൽകി അനിൽകുമാർ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് അനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അത് വ്യാജമായിട്ട് തയ്യാറാക്കിയിട്ട് ഇയാളുടെ മോഡസ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ഓഫീസുകളിൽ ചെന്നിട്ട് ഇവരെ കൊണ്ട് പരിചയപ്പെടുത്തുന്ന രീതിയിലേക്കുണ്ട്. പക്ഷേ ഓഫീസിലെ സ്റ്റാഫിനൊന്നും യാതൊരു ബന്ധമില്ല. അങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങുന്നത്. പക്ഷേ നിലവിൽ 2 പരാതിയുണ്ട്. നമ്മളിപ്പോൾ 2ാമത്തെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. 5 മാസം താൽക്കാലിക നിയമനവും തുടർന്ന് സ്ഥിര നിയമനവും നൽകാമെന്നായിരുന്നു വാഗ്ദാനം. സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ പണം നൽകിയവരെ ആശുപത്രിയിൽ വിളിച്ചു വരുത്തി ആരോഗ്യവകുപ്പിന്റെ ID കാർഡും ധരിച്ച് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ കയറിയിറങ്ങുകയും ചെയ്തു. വിശ്വസിപ്പിക്കാനായി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേരിലുള്ള വ്യാജ ഉത്തരവുകളും ഇയാൾ തയ്യാറാക്കി നൽകി. അനിൽകുമാർ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. ജനം, ആലപ്പുഴ. കൊടും ചൂടിന് ആശ്വാസമായി കേരളത്തിൽ ഇന്ന് മഴ എത്തിയേക്കും. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ മിതമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്.
കേരളത്തിൽ വേനലിന് സമാനമായി ചൂട് കനക്കുമെന്ന മുന്നറിയിപ്പുകൾക്കിടെയാണ് ആശ്വാസമായി മഴയെത്തുന്നത്. വടക്കൻ കേരളത്തിൽ താപനില ഉയരുമ്പോൾ തെക്കൻ മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തടക്കം ചെറിയ ചാറ്റൽ മഴയും പെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടെയുള്ള മഴയ്ക്കും സാധ്യത കൽപ്പിക്കുന്നത്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയാണ് മഴയ്ക്കുള്ള സാധ്യത. ഈ ജില്ലകളിൽ നിലവിൽ ഗ്രീൻ അലർട്ട് ആണെങ്കിലും ചെറിയ മഴയെങ്കിലും പെയ്തേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. തെക്കൻ കേരളത്തിന് മുകളിൽ കൂടി ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കിഴക്കൻ കാറ്റ് കടന്നു പോകുന്നതാണ് മഴയ്ക്കുള്ള സാധ്യത തെളിയിക്കുന്നത്. തെക്കൻ കേരളത്തിൽ മഴയെത്തുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ താപനില ഉയരുമെന്നാണ് വിലയിരുത്തൽ. കിഴക്കൻ കാറ്റിന്റെ സാന്നിധ്യമില്ലാത്തതും സോളാർ റേഡിയേഷൻ ഉയർന്നു നിൽക്കുന്നതിനാലുമാണ് ചൂട് കൂടുന്നത്. ജനം, തിരുവനന്തപുരം. ദേവസ്വം ബോർഡ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയിൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ലാത്തതിനെ തുടർന്ന് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എഴുത്തു പരീക്ഷയുടെ വിവരങ്ങളും പുറത്തുവിടണമെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുൻപാകെ സമർപ്പിച്ച അപേക്ഷയിൽ മറുപടി ലഭിച്ചത് തൃപ്തികരമല്ലാത്തതിനെ തുടർന്നാണ് ഹർജി സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. 15 ദിവസത്തിനുള്ളിൽ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ഹാജരാക്കണമെന്നാണ് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് അർഹമായ വിവരങ്ങൾ നൽകേണ്ടിയിരിക്കെ ഉത്തരക്കടലാസുകൾക്കായി അപേക്ഷിച്ചിട്ടും മറുപടി ലഭിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷേപം. ജനം, തിരുവനന്തപുരം. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ശിക്ഷക് സദനുകൾ പ്രവർത്തിക്കുന്നത് CPMന്റെ തീട്ടൂരത്തിനനുസരിച്ച് എന്ന ഗുരുതര ആരോപണവുമായി അധ്യാപകർ രംഗത്ത്. നിലവിൽ സർവീസിലുള്ള അധ്യാപകർക്കും വിരമിച്ച അധ്യാപകർക്കും തണലാവേണ്ട ശിക്ഷക് സദനുകളിൽ നടക്കുന്നത് വൻ അഴിമതിയെന്നും ആരോപണം. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശിക്ഷക് സദനുകൾ പ്രവർത്തിക്കുന്നത് CPM പാർട്ടി ഓഫീസിന്റെ തിട്ടൂരത്തിനനുസരിച്ചാണെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന് കീഴിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശിക്ഷക് സദനുകളുടെ നിയന്ത്രണം CPM അനുകൂല സംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ശിക്ഷക് സദനിൽ വിളിച്ച റൂം അന്വേഷിക്കുന്ന അധ്യാപകർക്ക് കിട്ടുന്ന മറുപടി റൂം ഒഴിവില്ലെന്നാണ്, അല്ലെങ്കിൽ ഫോൺ എടുക്കാത്ത അവസ്ഥ. അവിടെയാണ് ഉയരുന്ന പ്രധാന ചോദ്യം, റൂം ആർക്കാണ് നൽകുന്നത്? അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിച്ചത് CPM അനുകൂല അധ്യാപക സംഘടനയിലുള്ള അധ്യാപകർക്കും CPMനോട് ഏതെങ്കിലും വിധത്തിൽ ചേർന്ന് നിൽക്കുന്നവർക്കുമാണ് എന്നതാണ്. കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ശിക്ഷക് സദനുകൾ അഴിമതിയുടെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ. ഒരധ്യാപകൻ 250 രൂപ എന്നുള്ള നിലയ്ക്ക് 2 ലക്ഷത്തോളം വരുന്ന അധ്യാപകർ 5 കോടി രൂപയാണ് പ്രതിവർഷം അധ്യാപക ക്ഷേമ ഫൗണ്ടേഷനിലേക്ക് സംഭാവനയായി നൽകുന്നത്. ശിക്ഷക് സദനുകളില് അധ്യാപകർക്ക് തലചായ്ക്കാൻ ഒരു റൂം പോലും ലഭ്യമാകുന്നില്ല. പാർട്ടി ഓഫീസുകളുടെ തിട്ടൂരത്തിനനുസരിച്ച് അവിടെ നിന്ന് കത്ത് ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഇത്തരം റൂമുകൾ അനുവദിക്കുന്നത് എന്നുള്ളത് തീരെ അനുവദനീയമല്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കേണ്ട അധ്യാപക ഭവനുകൾ ഇടതുഭരണത്തിന്റെ പാർട്ടി ഓഫീസുകളായി മാറിയെന്ന ആരോപണവും അധ്യാപകർ ഉയർത്തുന്നുണ്ട്. കണ്ണൂരും കോഴിക്കോടും ശിക്ഷക് സദനുകളുടെ അറ്റകുറ്റപ്പണിക്കായി മുടക്കിയത് കോടികളാണ്. ഇവ രണ്ടിന്റെയും അറ്റകുറ്റപ്പണികൾ നടത്താൻ ഒരേ കോൺട്രാക്ടറാണ് നിശ്ചയിക്കപ്പെട്ടത് എന്നതും അഴിമതിയുടെ പുതിയ കഥ പുറത്തുകൊണ്ടുവരികയാണ്. ജനം, കോഴിക്കോട്. വാഷിംഗ്ടൺ വിമാനാപകടത്തെ തുടർന്ന് അടിയന്തര നടപടികളുമായി ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധ ഗതാഗത സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റ് JD വാൻസും ഉൾപ്പെടെ യോഗം ചേർന്നു. ജോ ബൈഡനും ബറാക് ഒബാമയും വ്യോമയാന സുരക്ഷാ നിലപാടുകളിൽ വരുത്തിയ നയം മാറ്റമാണ് അപകടത്തിന് അടിസ്ഥാന കാരണമെന്നും ട്രംപ്. We must have only the highest standards for those who work in our aviation system. I changed the Obama standards from very mediocre at best to extraordinary. You remember that. Only the highest aptitude, they have to be the highest intellect and psychologically superior people were allowed to qualify for air traffic controllers. That was not so prior to getting there. When I arrived in 2016, I made that change very early on because I always felt this was a job that, and other jobs too, but this was a job that had to be superior intelligence, and we didn't really have that, and we had it. And then when
തൃശൂർ മാളയിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. KSU നേതാവ് ഷാജിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകർക്കെതിരെയും നേരത്തെ കേസെടുത്തിരുന്നു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്കായി അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ബുധനാഴ്ച മുതൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനാകുമെന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതേസമയം സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം ആലത്തൂർ സബ് ജയിലിൽ നിന്ന് ചെന്താമരെ ഇന്നലെ വിയൂരിലേക്ക് മാറ്റി. പാലക്കാട് ശേഖരിപുരത്ത് കാനയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കറുകോടി സ്വദേശി രാജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ലോട്ടറി വിൽപ്പനക്കാരനാണ് രാജേഷ്. പാലക്കാട് നോർത്ത് പോലീസ് സ്ഥലത്തെത്തി. അരുണാചലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ശേഖരിപുരത്തെ കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. റോഡിന് അരികിലുള്ള ഈ കാനയിൽ മൃതദേഹം കിടക്കുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തി മൃതദേഹം ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തു. ഈ പ്രദേശവാസി തന്നെയായ ഒരു യുവാവിൻ്റെയാണ് മൃതദേഹം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്താ എപ്പോഴാണ് കണ്ടത്? ഇന്ന് പുലർച്ചെ 8 മണിക്ക് കാലത്ത് 8 മണിക്ക് കണ്ടതാണ്. ഒരു കാനയിലുള്ളിൽ തലകുത്തി കിടക്കുന്നതായിട്ട് കണ്ടായിരിക്കും. അപ്പോൾ ഇന്നലെ രാത്രി വല്ല അബദ്ധത്തിൽ വീണിരിക്കാനേ സാധ്യത. ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് ആൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കറുകോടിയുള്ള രാജേഷ് പറയുന്ന ഒരാളാണ് തിരിച്ചറിഞ്ഞത്. അല്ല, അത് നമ്മൾ ബാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ലോട്ടറി വിൽപ്പന നടത്തുന്ന നാട്ടിലൂടെ ലോട്ടറി വിൽപ്പന നടത്തുന്ന നാട്ടുകാർക്കൊക്കെ അറിവുള്ള ആളാണ്. അതുതന്നെയാണ്. ഏതായാലും ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇവിടുത്തെ പ്രദേശത്തെ ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ് ഈ കറുകോടി സ്വദേശിയായ രാകേഷ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പോലീസിനെ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ കാനയിലേക്ക് അബദ്ധത്തിൽ വീണതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൊച്ചി സേലം ദേശീയപാതയിൽ പാലക്കാട് കുഴൽമന്ദത്ത് നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് ഒരു മരണം. കാർ യാത്രക്കാരിയായ മുണ്ടൂർ വേലിക്കാട് സ്വദേശിനിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. യുവതിയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കാർ ഓടിച്ചിരുന്ന ഇവരുടെ ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ കടലാമയെ കസ്റ്റംസ് രക്ഷപ്പെടുത്തി. കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസ് കൊച്ചിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കസ്റ്റംസ് മറൈൻ യൂണിറ്റിനാണ് പട്രോളിങ്ങിനിടെ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമയെ ലഭിച്ചത്. കടലിൽ ഉപേക്ഷിക്കപ്പെട്ട മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ കടലാമയെ മലപ്പുറം താനൂർ തീരത്തിന് പടിഞ്ഞാറ് ഉൾക്കടലിലാണ് കണ്ടത്. പട്രോളിംഗ് വെസൽ കാറ്റ് 1 ഹൾ 17 എന്ന പട്രോളിംഗ് ബോട്ടിലുണ്ടായിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കടലാമയെ ബോട്ടിലെത്തിച്ച് വലകൾ നീക്കം ചെയ്ത ശേഷം വീണ്ടും കടലിലേക്ക് തിരികെ വിട്ടു. ഗാന്ധിയൻ ആശയങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെങ്ങന്നൂരിലെ സാംസ്കാരിക സംഘടന ബോധിനിയുടെ രജത ജൂബിലി സമ്മേളനം നടന്നു. ചടങ്ങിൽ അപ്പർ കുട്ടനാട് കാർഷിക മേഖലയിൽ നടത്തിയ ഇടപെടലുകൾക്ക് ഗോപൻ ചെന്നിത്തലയെ ആദരിച്ചു. 25 വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. MV ഗോപകുമാർ, കവി ചെങ്ങന്നൂർ രാജഗോപാൽ, ഗിരീഷ് ഇലഞ്ഞിമേൽ, ബോധിനി പ്രഭാകരൻ നായർ എന്നിവർ പങ്കെടുത്തു. പക്ഷാഘാതം ബാധിച്ച് ശരീരം തളർന്ന വീട്ടമ്മ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആലപ്പുഴ പറവൂർ സ്വദേശി രാധമ്മയാണ് 2 മാസം മുൻപ് പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് സംസാരശേഷിയും ചലനശേഷിയും ഇല്ലാതെ കിടപ്പിലായത്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 14-ാം വാർഡിൽ രാധാകൃഷ്ണന്റെ ഭാര്യ രാധമ്മയാണ് വലതുവശം തളർന്ന് കിടപ്പിലായത്. മറ്റു വീടുകളിൽ ജോലിക്ക് പോയിരുന്ന രാധമ്മയ്ക്ക് 2 മാസം മുമ്പാണ് പക്ഷാഘാതം ബാധിച്ചത്. തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇപ്പോൾ അനങ്ങാൻ പോലും കഴിയാതെ വീട്ടിൽ കിടപ്പാണ്. ഭർത്താവ് രാധാകൃഷ്ണൻ ഹോട്ടൽ തൊഴിലാളിയായിരുന്നു. പരസഹായമില്ലാതെ ഭാര്യയ്ക്ക് ഒന്നും ചെയ്യാനാവാത്തതിനാൽ ഇപ്പോൾ രാധാകൃഷ്ണന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. 8 വർഷമായി വാടക വീട്ടിലാണ് ഇവരുടെ താമസം. മക്കളില്ലാത്ത ഇവർ അയൽവാസികളുടെയും സുഹൃത്തുക്കളുടെയും കരുണയിലാണ് ഇപ്പോൾ കഴിയുന്നത്. രാവിലെ വീട്ടിലേക്ക് നടന്ന എല്ലാ ജോലികളും മറ്റുള്ള പണിക്കൊക്കെ പോയിക്കൊണ്ട് കാണാറ്. പെട്ടെന്ന് ഷോർട്ടായിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് പോലെ വന്ന് വീണതാണ്. ഒരു വശം തളർന്നു പോയി മൊത്തം പോലത്തെ. അപ്പോൾ ജോലിക്കൊന്നും പോകാൻ മേലാതെ എപ്പോഴും അവസ്ഥ നിലയിലാണ്. കിടപ്പുകൾ കണ്ടല്ലോ, അത് നമ്മുടെ രീതി പട്ടിയും പാടുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ട് കൂടെ ഇപ്പോൾ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ കഴിയുന്നത്. എന്തെങ്കിലും ചെയ്ത് വായിച്ചാൽ ചികിത്സാ ഫണ്ടിൽ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് അതൊക്കെ നല്ലത്. എനിക്ക് ഹോട്ടലിലെ ജോലിയാണ്.
ഞാൻ 2 മാസമായിട്ടൊന്നും പോകുന്നില്ല. ഇവിടെ എല്ലാവർക്കും അറിയാതെ 2 മാസമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല. പോകാതിരിക്കുകയാണ് ഇപ്പോൾ. ഡോക്ടർ പറയുന്നത് പിന്നെ 6 മാസം പിടിക്കും എങ്കിലേ അത് മാറത്തുള്ളൂ. പിന്നെ ഫിസിയോതെറാപ്പി നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് കാണിച്ചെന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വരുത്തിക്കാനുള്ള സാമർഥ്യം നമുക്കില്ല ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് കാണിച്ചെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊന്നുമില്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല. പിന്നെ നാട്ടുകാരൊക്കെ തരുന്ന സഹായം കൊണ്ട് നമ്മളിങ്ങനെ കഴിഞ്ഞു കൂടി പോകുന്നു. അത്ര മാത്രമേ ഉള്ളൂ. പരിസരവാസികളും നാട്ടുകാരും തരുന്ന ഇതുകൊണ്ട് നമ്മൾ കഴിയുന്നു. മാസം 2500 രൂപ വാടക, 2,600 ഒക്കെ കൊടുക്കണം. ഞാൻ ഇച്ചിരി പെൻഡിങ്ങിലാണ് എല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഒക്കെ ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ സാഹചര്യത്തിൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണിവർ. കാനറ ബാങ്കിന്റെ ആലപ്പുഴ പറവൂർ ശാഖയിൽ രാധാകൃഷ്ണന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ജനം, ആലപ്പുഴ. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് പെരുമ്പാവൂരിലെ ആദ്യ ഷോറൂമിൽ 35ാം വാർഷികാഘോഷങ്ങൾ നടത്തി. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 35 വർഷമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പിന് 82 ഷോറൂമുകളാണ് കേരളത്തിലുള്ളത്. കഴിഞ്ഞ 35 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പിന് 82 ഷോറൂമുകളാണ് കേരളത്തിലുള്ളത്. വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ആവശ്യമുള്ള ഗൃഹോപകരണങ്ങളുടെയും മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും വിപുലമായ ശേഖരം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൽ ലഭ്യമാണ്. ഇതിനു പുറമെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ധാരാളം പ്രവർത്തനങ്ങളിലും പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്നിവിടെ നിൽക്കുമ്പോൾ 35 വർഷം പൂർത്തിയായതിൻ്റെ സന്തോഷമുണ്ട്. അതോടൊപ്പം കേരളത്തിൽ വളർന്നു നിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായിട്ട് മാറിയതിൻ്റെ സന്തോഷമുണ്ട്. ഇന്ത്യയിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ഏത് സപ്ലയേഴ്സിൻ്റെ അടുത്താണെങ്കിലും അറിയപ്പെടുന്ന ഏതെങ്കിലും പുതിയ ബ്രാൻഡ് വന്നാൽ ആദ്യം കയറാൻ ആഗ്രഹിക്കുന്നൊരു ബ്രാൻഡായിട്ട് പിട്ടാപ്പള്ളി മാറി. അതും വലിയ അഭിമാനമുള്ള നിവൃത്തമാണ്. ഇതിലൊന്നും അഹങ്കരിക്കാനൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈശ്വരാനുഗ്രഹവും കഠിനാധ്വാനവും കൂടെ നിൽക്കുന്ന സപ്പോർട്ടും ഒരു വ്യക്തിക്ക് തന്നെ വളരാനേ കഴിയില്ല. ഇത്രയും വലിയൊരു ടീം ഉണ്ടായതുകൊണ്ടാണ് ഈ വളർച്ച സാധിച്ചത്. ആ ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇലക്ട്രോണിക്സ് വിഭാഗ രംഗത്ത് ഏറ്റവും വിശ്വസിക്കാവുന്ന സ്ഥാപനം പിട്ടാപ്പള്ളിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ പേര് വായിൽ വരുന്നത് പിട്ടാപ്പള്ളിയുടെയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, കസ്റ്റമേഴ്സും സ്റ്റാഫംഗങ്ങളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. 35ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പിട്ടാപ്പള്ളി ഏജൻസീസ് നിരവധി ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആനിവേഴ്സറി ഡബിൾ ഡിലൈറ്റ് ഓഫറാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ നിലവിലുള്ള നിരക്കിന്റെ ഇരട്ടി എക്സ്ചേഞ്ച് വാല്യൂ നേടാനുള്ള അവസരമാണിത്. ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി 10,000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഫോണുകൾക്ക് 1 വർഷത്തെ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ സൗജന്യമായി പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്നു. സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും വാങ്ങുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാകും. ജനം, കൊച്ചി. ChatGPTയെയും ചൈനയുടെ ഡീപ് സീക്കിനെയും വെല്ലാൻ ഭാരതത്തിന്റെ സ്വന്തം AI ഉടൻ യാഥാർത്ഥ്യമാകും. നിർമ്മിത ബുദ്ധിയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യമാകും ഇതിലൂടെ കൈവരിക്കുക. രാജ്യത്തിന്റെ സ്വന്തം AI മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ 10 മാസത്തിനകം വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. Many of our researchers have been working on similar concepts that we are confident that using those concepts we will be able to have a world-class foundational model in the coming few months. നിർമ്മിത ബുദ്ധി മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനുള്ള ലക്ഷ്യത്തിലെ നിർണായക ചുവടുവെപ്പാകും LLM എന്ന ലാർജ് ലാംഗ്വേജ് മോഡലെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി ഇതിനായി പ്രവർത്തിക്കുകയാണ്. രാജ്യത്തിന്റെ സാഹചര്യവും ഭാഷയും സംസ്കാരവും ഉൾക്കൊള്ളുന്ന മോഡലാകും LLM. ChatGPTക്കും ഡീപ് സീക്കിനും എതിരാളിയാകാൻ ലാർജ് ലാംഗ്വേജ് മോഡലിന് സാധിക്കും. 10,370 കോടി രൂപയുടെ AI മിഷന്റെ ഭാഗമായി കൂടിയാണ് ഇത്. AI സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുവാനുള്ള ഉയർന്ന കമ്പ്യൂട്ടിംഗ് ശേഷി ഉൾപ്പെടെയാണ് AI മിഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. 10,000 GPUകൾ ഉറപ്പാക്കുകയെന്ന പ്രാരംഭ ലക്ഷ്യം രാജ്യം മറികടന്നു. ഭാരതത്തിന് 18,600 GPUകളാണ് ഇപ്പോഴുള്ളത്. LLMന്റെ അടിസ്ഥാന മോഡൽ അധികം വൈകാതെ പുറത്തിറങ്ങും. സ്വന്തം AI മോഡലുകൾ വികസിപ്പിക്കാനായി സ്റ്റാർട്ടപ്പ് മിഷനുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരുന്നു. ഇതിൽ തെരഞ്ഞെടുത്ത കമ്പനികൾ അടുത്ത 10 മാസത്തിനുള്ളിൽ ആദ്യ മോഡൽ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി-സോൺ കലോത്സവ വേദികളിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും ബിംബങ്ങളും. പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് ബോർഡുകൾ സ്ഥാപിക്കുകയും പലസ്തീൻ്റെ കൊടി അച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. MSFും KSUവും ചേർന്ന UDSF ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. ബി-സോൺ കലോത്സവത്തിന് UDSF നൽകിയിരിക്കുന്ന പേര് പാലസ്തീൻ നൃത്തമായ ഡാബ്കെ ലയാലി എന്നാണ്. കലോത്സവ നഗരിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന്റെ പേര് ഡാബ്ക ഗാഡി.
പരിപാടികൾ നടത്തുന്ന 5 വേദികൾക്കും പലസ്തീൻ കവികളും മാധ്യമപ്രവർത്തകരുമായ ദർവേഷ്, ഖസാൻ, സാമിയ, റഫാത്ത്, ഷിറീൻ എന്നിവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. പാലസ്തീൻ കൊടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചിത്രങ്ങളും പലയിടങ്ങളിലായി വരച്ചിട്ടുണ്ട്. കലോത്സവ നഗരിയിലേക്ക് കയറുമ്പോൾ തന്നെ പച്ചക്കോട്ടയിലേക്ക് സ്വാഗതം എന്ന പേരിലുള്ള ബോർഡുകളും കാണാൻ സാധിക്കും. കലോത്സവത്തിന്റെ പ്രൊമോഷൻ വീഡിയോകളിൽ ഇസ്രായേലിനു നേരെ ഭീകരാക്രമണം നടത്താൻ ഹമാസ് ഉപയോഗിച്ച ഇൻതിഫാദ എന്ന വാചകവും ഉപയോഗിച്ചിട്ടുണ്ട്. പലസ്തീൻ എഴുത്തുകാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റുകളും അടിക്കടി മുഴങ്ങുന്നുണ്ട്. അധിനിവേശ രാഷ്ട്രത്തിനെതിരെ തൂലിക പടവാളാക്കിയ അങ്ങ് ഇന്നും സ്മരണീയനാണ്. കലകൾ കൊണ്ട് പ്രതിരോധം തീർക്കുന്ന ഈ കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് അങ്ങയെ സ്മരിക്കുന്നു. ഓ ഹസാൻ, അങ്ങയ്ക്കായി ഇവിടം സമർപ്പിക്കുന്നു. കോഴിക്കോട് പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ 27 മുതൽ 31 വരെയാണ് കലോത്സവം നടക്കുന്നത്. വടകര MP ഷാഫി പറമ്പിലായിരുന്നു കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. ചലച്ചിത്ര താരം ആസിഫ് അലി ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. ജനം, കോഴിക്കോട്. സംഘപരിവാർ ബന്ധുക്കളായ ലോക്കോ പൈലറ്റുമാരുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് കൂട്ടായ്മ സംഘടിപ്പിച്ചു. വിരമിച്ച ലോക്കോ പൈലറ്റുമാരെ ആദരിക്കുന്നതിനായി നടന്ന ശ്രേഷ്ഠവന്ദനം പരിപാടി ശ്രദ്ധേയമായി. നിർധനരായ ജീവനക്കാരെ സഹായിക്കാനായി ആരംഭിച്ച വൈഭവ് ഭാരതിയുടെ ഉദ്ഘാടനവും കൂട്ടായ്മയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംഘാദർശം നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം ലോക്കോ പൈലറ്റുമാരും കുടുംബാംഗങ്ങളും സംഘബന്ധുക്കളും ഒത്തുചേർന്നു. വിരമിച്ച ലോക്കോ പൈലറ്റുമാരെ ആദരിക്കുന്നതിലേക്ക് വേണ്ടി ശ്രേഷ്ഠവന്ദനം പരിപാടിയും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി നിർവഹിച്ചു. എല്ലാവിധ അഭിനന്ദനങ്ങളും സമർപ്പിച്ച് ഈ ഒരു ചടങ്ങ് നേരിട്ട് അല്ലെങ്കിൽ പോലും ഉദ്ഘാടനം ചെയ്തതായിട്ട് എല്ലാവരുടെയും സന്ദർഭത്തോടെ സമ്മതത്തോടെ പറയുന്നത്. ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ആരംഭിച്ച വൈഭവ് ഭാരതി സൊസൈറ്റിയുടെ ഉദ്ഘാടനം ചലച്ചിത്ര നിർമ്മാതാവും ജനൻ TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ G. സുരേഷ് കുമാർ നിർവഹിച്ചു. വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. എന്നാലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ജനത്തിന് ഉദ്ദേശിച്ച ആളുകളെ നമ്മൾ കഴിയുന്ന ട്രെയിനിൽ പോകാനാണ് നമ്മുടെ ബിസി ഷെഡ്യൂളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോകുന്നത്. ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഫലമാണ് കൂട്ടായ്മയ്ക്ക് പിന്നിലെന്ന ഭാരവാഹികളും പ്രതികരിച്ചു. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ ജോലിയുള്ളവർ അതൊരു ഭാഗ്യമായി കരുതുകയും സമൂഹത്തിലെ അവശത അനുഭവിക്കുക തീരെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു തീരുമാനത്തോടുകൂടിയാണ് ഈ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. അതിൽ നിന്നാണ് സമർപ്പൺ പോലെയുള്ള ഒരു സന്നദ്ധ സംഘടന ഉണ്ടാകുന്നത്. 2015 മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുന്ന ഈ സംഘടന അനവധി കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഏകദേശം 2 കോടിയിൽ പരം രൂപയുടെ ആനുകൂല്യങ്ങൾ മറ്റ് അർഹിക്കുന്നവരിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു. ജനം, കൊച്ചി. ഇടുക്കി വലിയ തോവാളയിൽ 12 വയസ്സുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. വലിയ തോവാള കല്ലടയിൽ വിനോദിന്റെ മകൻ റൂബൻ വിനോദാണ് മരിച്ചത്. വലിയ തോവാള ക്രിസ്തുരാജ സ്കൂളിൽ പഠിക്കുന്ന റൂബനെ വയറുവേദനയെ തുടർന്ന് ഇന്നലെ രാവിലെ ഇരട്ടയാറിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വൈകിട്ട് വിളിച്ചിട്ടും അനക്കമില്ലാതെ വന്നതോടെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സംഭവിച്ചിരുന്നു. മാതാപിതാക്കൾ വിദേശത്താണ്. മരണകാരണം കണ്ടെത്താൻ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.